ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ആൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 6 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 6 മാങ്ങ കുറച്ച് വെള്ളത്തിൽ വേവിക്കാനായിട്ട് വെക്കാം. വെന്ത് വരുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അര മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 6 മാങ്ങയിലേക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു അച്ച് ശർക്കര ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ശർക്കരയും മാങ്ങയും നന്നായി വെന്ത് ഉടഞ്ഞു വരുന്ന രീതിക്ക് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് നെയ്യും കൂടിയും ചേർക്കണം കേട്ടോ. നമ്മൾ വീട്ടിൽ മാമ്പഴശ്ശേരി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇത് ഇവിടെ ഏതൊരു സെലിബ്രിറ്റി പറയണ കേട്ടിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളിനി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ തേങ്ങയുടെ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു തള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉലുവയും കടുകും വേപ്പിലയും ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചിട്ട് ഈ ഒരു കറിയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറി റെഡി ആയിട്ടോ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു മേക്കിംഗ്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് വേണം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇത് വെറൈറ്റി കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ എന്തായാലും മാങ്ങ ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.